ഹലോ. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ കണ്ട് ഫസ്റ്റ് ഷോ, അതായത് 8:15 ഷോ കണ്ടിറങ്ങി. ഒരു രക്ഷയില്ല, അടിപൊളി സിനിമയാണ്. എന്തായാലും മസ്റ്റ് വാച്ച് സിനിമയാണ് ഈ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ. അതായത് അതിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തമ്മിൽ എന്താ പറയുക, അതാണ് ഒരു ഫീല്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് ഒരു നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്തിരുന്ന് നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ തിയേറ്ററൊക്കെ മറന്ന് ഏത് സമയത്താണോ ആ സിനിമ സംഭവിക്കുന്നത് അതേ ഫീൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ അത് വേറൊരു എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. അതിൽ കൂടുതൽ അഭിനയം മോഹൻലാലിനെ കണ്ടു എന്നാണ് ഞാൻ പറയാൻ വന്നത്. കാരണം എന്താ, പ്രണവ് മോഹൻലാലിനെ കാണുമ്പോൾ തന്നെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നത് മോഹൻലാലിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മോഹൻലാൽ കവിള് ഡയലോഗൊക്കെ കറക്റ്റ് നമുക്ക് ആ മോഹൻലാലിൻ്റെ ഒരു സ്വാഗും ആ ഒരു സ്റ്റൈലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിക്കവരും ഉണ്ട്. കുറേ നമ്മൾ ശ്രീനിവാസിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് ഇതിനകത്ത്. ചെറിയ നമ്മളെ ആർട്ട് ഡയറക്ടർമാരും തൊട്ട് എല്ലാവരും, വിനീത് ശ്രീനിവാസിൻ്റെ ഭാര്യ അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്ന് വെച്ചാൽ അജു വർഗീസ്, നിവിൻ പോളി, ഷാൻ റഹ്മാൻ, മറ്റേ ഹൃദയത്തിലെ മ്യൂസിക് ഡയറക്ടർ, എല്ലാവരും ഉൾപ്പെടുത്തി ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ തന്നെയാണ്. നല്ല ഫീൽ ഗുഡ് പടമാണ്. ഇടയ്ക്ക് ചിരി വരും. ധ്യാൻ ശ്രീനിവാസൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം പുള്ളിയെ നമുക്ക് കാണാനേ പറ്റത്തില്ല. പുള്ളിയുടെ ഒരു നമ്മളിതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ സ്വഭാവങ്ങളൊന്നുമല്ല. പുള്ളി ക്യാരക്ടറായിട്ട് കംപ്ലീറ്റ്ലി ക്യാരക്ടറൈസ്ഡ് മാനായിട്ട് പുള്ളി മാറിയിട്ടുണ്ട് ആ സിനിമയിൽ. രണ്ടുപേരും, പ്രണവ് മോഹൻലാലും അതെ, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതെ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് ധ്യാൻ ശ്രീനിവാസനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ആളല്ല ധ്യാൻ ശ്രീനിവാസൻ. ഇനിയൊരു പുതിയൊരു സിനിമയിലെ ഒരു എറ തന്നെ കാണും ധ്യാൻ ശ്രീനിവാസൻ. കാരണം അത്തുമാതിരി അഭിനയമാണ് അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അജു വർഗീസ് ഉണ്ട്, നിവിൻ പോളി ഉണ്ട്, കുറേ കോമഡി സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫസ്റ്റ് ഹാഫ് തന്നെ. അതിനകത്ത് കുറേ ആ പഴയ കാലം റീക്രിയേറ്റ് ചെയ്തിരിക്കണം, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഫീൽ കിട്ടും. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എൻ്റെ പേഴ്സണൽ കുറച്ചും കൂടെ ബ്രൈറ്റാണ് സീനുകളും കാര്യങ്ങളും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് അതെനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ മൊത്തത്തിൽ അവരുടെ അഭിനയം, എഡിറ്റിങ്, സൗണ്ട്, മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ് സാധനം. അതായത് ചില ഭാഗത്ത് മ്യൂസിക് നമുക്ക് ശരിക്കും രോമാഞ്ചം വരും. ആ ഫസ്റ്റ് ഇൻ്റർവെല്ലിന് മുമ്പുള്ള സീനിലൊക്കെ നല്ല മ്യൂസിക് അങ്ങ് കയറുമ്പോഴത്തേക്കും നമുക്കൊരു ഫീൽ ചെയ്യും അത് എന്തുമാത്രം പവർഫുൾ ആണെന്ന് അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ഒരു രക്ഷയില്ല, പറയാനില്ല. ക്യാമറ, നമ്മുടെ സിനിമാറ്റോഗ്രഫി, ഒരു പഴയ സീനൊക്കെ ഉണ്ട്, അത് കാണിക്കുമ്പോൾ നമുക്ക് ആ പഴയ മണം, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും തിയേറ്ററിൽ ഇരുന്ന്. ശരിക്കും നമ്മൾ ആ സ്ഥലത്ത് ചെന്നത് നമുക്ക് വിനീത് ശ്രീനിവാസന് കാണിക്കാൻ പറ്റി. ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ വിനീത് ശ്രീനിവാസൻ സിനിമ കാണാനൊക്കെ വ്യത്യസ്തമായ ഒരു ഹ്യൂജ് കപ്പാസിറ്റിയുള്ള, ഹ്യൂജ് ക്യാരക്ടേഴ്സുള്ള, വളരെ ലൗഡായിട്ടുള്ള, സർട്ടൈലായിട്ടുള്ള നല്ല അനുഭവം നമുക്ക് അവരുടെ എല്ലാ അനുഭവവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു അടിപൊളി പടം തന്നെയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത്. അത് സിനിമ തുടക്കം തൊട്ട് ഈവൻ എൻഡിങ് വരെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളി സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണേണ്ട സിനിമയാണ്. ഞാൻ കണ്ട് റിവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല മസ്റ്റ് വാച്ച് മൂവി. പിന്നെ അതിനകത്ത് പിന്നെ ചില കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നീരജ് മാധവ് ഉണ്ട്, കുറേ ഗസ്റ്റ് റോളും ഇഷ്ടം പോലെ ഗസ്റ്റ് റോളും ഉണ്ട്. നമ്മൾ പിന്നെ ഒരു ഇതിലൊന്നും ട്രെയിലറിലൊന്നും പറയാത്തൊരു ഗസ്റ്റ് റോൾ ഇതിലുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണുമ്പോൾ മനസ്സിലാക്കുക. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരാൾ പോലും ഓവറാക്കാണ്ട് നല്ല വൃത്തിയായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രൗഡ്ഫുൾ മൂവിയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് നല്ല ഇപ്പം എല്ലാ സിനിമകളും ഇൻ്റർവ്യൂവിൽ വന്ന് എല്ലാവരും നല്ല കീച്ച് ചെയ്തിട്ട് സിനിമയിലൊന്നും കാണാമല്ലോ. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല. ബട്ട് ഇറ്റ് ഈസ് റിയലി ഗുഡ്. താങ്ക് യു. എല്ലാവരും പോയി കാണണം.